മോൾക്ക് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് അവളുടെ സ്കിൻ ഇങ്ങനെ എപ്പോഴും റാഷ് ആവും. അതുപോലെ തന്നെ തലയിലും ഇതുപോലെ ഡാൻഡ്രഫ് ഒക്കെ ഒറ്റയായിട്ട് ഇരുന്നിട്ട് രക്തവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് കോതാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ കുറേ ഓയിൻമെൻറ്റ് സ്റ്റിറോയിഡ്സ് ഒക്കെ തരും. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അന്നേരം ഒരു ടെമ്പററി ആയിട്ട് ഒരു റിലീഫ് കിട്ടും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ബാക്ക് ടു ആ പഴയതുപോലെ വരും. ഇപ്പോൾ ഞാൻ മൈനയുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവളും ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പം ഞാനത് കൂടുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കും അപ്പം ഒരു കോൺഫിഡൻസ് കിട്ടിയത് മാറും, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവും. അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആളും. ഇത് ഇപ്പം 10th-ലാണ്. അപ്പം അത്രയും ഈ ഒരു പഠിത്തത്തിൻ്റെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാനൊരു വർഷത്തോളം ഇതിൻ്റെ പുറകെ നടന്ന് ഡോക്ടേഴ്സിനെ കാണിച്ച്, അതും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ലൈക്ക് പ്രോഡക്ട്സ് തന്നെ കുറേ 5,000 ഒക്കെ അബോവ്. ഞാൻ ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്ത സ്ഥലത്ത് തന്നെ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അത് പിന്നെയും വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സങ്കടമാണ്. അവരുടെ അവസ്ഥയും കൂടെ കാണുമ്പോൾ ഭയങ്കര വിഷമം. കാര്യം അവർക്ക് മുടി സ്റ്റൈൽ ചെയ്യാൻ ഈ പ്രായം ദേഹത്ത് വീഴും. പറഞ്ഞ കണക്ക് പാർട്ടീഷൻ ചെയ്ത് കെട്ടാൻ പറ്റില്ല, സ്മെല്ല് വരും. അപ്പോൾ ഞാൻ ഒത്തിരി മരുന്നുകൾ രാത്രി അപ്ലൈ ചെയ്ത് കിടക്കും. അപ്പോൾ അത് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ ഇത് ഫസ്റ്റ് സിറ്റിംഗ് എടുത്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്. ആ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞാൽ തന്നെ തല ഏകദേശം ഒന്ന് ക്ലിയർ ആയപ്പോൾ അങ്ങനെ ക്ലിയർ ആയി കാണുന്ന ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു ആശ്വാസം. അത്